ഞങ്ങൾ ഫെമിനിസ്റ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ മൂക്കിന്റെ ഇടയിൽ മുട്ടമണി കാണാത്ത സാധനം കിട്ടുന്ന ആളുണ്ടാവും. നീ എന്നെ കുത്തിയതല്ലല്ലോ. അല്ല ആ ശരി ശരി ശരി. ഞങ്ങൾക്ക് കടിയില്ല മുട്ടമണി. അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ള ഫെമിനിസ്റ്റ് പൂച്ചിമോളാണ്. എനിക്കൊരു സംശയമുണ്ട്. സംശയം എന്ന് പറഞ്ഞാല് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ഒരാളെ ബന്ധപ്പെട്ടെന്നുണ്ട്, അതിൽ കുട്ടി ഉണ്ടായി, അതിനാ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എങ്ങനെ അതിന് നല്ല ബന്ധം പറയാ. കുരിശ് ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ഇറങ്ങി പോകും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഐശ്വര്യ കല്യാണം കഴിച്ചു എന്ന് ഉദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ. വൃത്തികെട്ട ചിന്താഗതി. ഇതിന് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയാൻ കേട്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അവിധം ഉണ്ടായി കുട്ടി ഉണ്ടായി പറഞ്ഞാലേ അതിന് കള്ളപടി, കള്ളക്കാച്ചി, കള്ളപ്പൂച്ചി, പടക്കുന്നൊക്കെ ഞങ്ങൾ മുദ്ര കുത്തിട്ടുള്ളത്. അത് നിങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റം. നിങ്ങളാണോ കുറ്റപ്പെടുത്തുന്നില്ലേ? നിങ്ങൾക്ക് ആണുങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ ആണുങ്ങൾ കുറ്റപ്പെടുത്തുന്ന ചരിത്രമാണ്. ഈ കണ്ണാട പൊട്ട കണ്ണാടി ഈ മൂക്കിൽ ഈ സാധനം ആട്ടുന്നത്. അതെ, എനിക്ക് ആണുങ്ങൾ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വലിയ പുരസ്കാരം തരണം, പത്മശ്രീ പറഞ്ഞ പോലെ പുരസ്കാരം തരണം. ഞാൻ ആണുങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ പൊളിച്ചു വെച്ചിട്ട് ചാവി കയറ്റാൻ വേണ്ടി കൊടുക്കും. ഓ അപ്പൊ ഈ ചാവി ഇട്ട് തുറന്നിട്ട് കുട്ടി ഉണ്ടായാലും കുഴപ്പമില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല. അതല്ല പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മുദ്ര പറഞ്ഞത്. ഈ കൂത്തിക്കണ്ണട, മൊട്ട സൊന, ഇത് കുറെ സ്റ്റഡുകൾ, ടാറ്റുകൾ, പിന്നെ മെയിൻ ആയിട്ട് ഡയലോഗ് ആണുങ്ങൾ ഇഷ്ടമല്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ.